ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? അപ്പം ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് ഇപ്പം 2 വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്തു. പക്ഷെ എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഒരു വീഡിയോ പറയുന്നതായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം തോന്നി. അതാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മളിപ്പം യൂട്യൂബിലും FBയിലും അത്ര നല്ല ആക്റ്റീവല്ല. ഇതിപ്പോൾ സൈക്കോ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലും FB അക്കൗണ്ടും രണ്ടും ഞങ്ങൾ 3 പേരുടെ, അതായത് ആതിര, നിഖിൽ, ആതിര ദിനോബ്, ഞാൻ, പിന്നെ നീതു, ഞങ്ങളുടെ 3 പേരുടെയും കൂടിയാണ്. ഒരാളുടെ ഒറ്റക്കായിട്ടുള്ളൊരു ചാനലല്ല. FB ആയി കഴിഞ്ഞാലും യൂട്യൂബ് ആയി കഴിഞ്ഞാലും 2-3 പേരും കൈകാര്യം ചെയ്യുന്ന പിന്നെ ഇതാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പം വീഡിയോ ആയിട്ട് എന്താണ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ 3 പേരും ചേർന്നിട്ടുള്ള വീഡിയോയുമായിട്ട് എന്താണ് ഞങ്ങൾ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വന്നു. അതായത് പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു മരണം സംഭവിച്ചു. അതായത് ആതിരയുടെ കസിൻ ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ അവൾക്ക് എന്തായാലും 10-40 ദിവസത്തേക്ക് അവൾക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ വരാൻ പറ്റത്തില്ല. നമ്മൾ അവളെ നിർബന്ധിക്കാറുമില്ല. അവൾ എന്തായാലും വരുന്നില്ല എന്ന് അവൾ തീർത്തും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇടാണ്ട് നിൽക്കാനും പറ്റത്തില്ല. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, പിന്നെ യൂട്യൂബ് എന്നത്, അതുപോലെ FB എന്നത്, ഇൻസ്റ്റ എന്നത് ഞങ്ങൾ വെറും എൻ്റർടൈൻമെൻറ്റിന് മാത്രം കൊണ്ടുപോകുന്നൊരു സംഭവമല്ല. ഞങ്ങളൊരു വരുമാന മാർഗമായിട്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. മനസ്സിലാകാത്തവരോടാണ് പറയുന്നത്. എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തവരോടാണ് പറയുന്നത്. ഞങ്ങളിത് വെറുതെ എന്താ പറയുക, ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന, വെറുതെ എൻ്റർടൈൻമെൻറ്റിന് കൊണ്ടുപോകുന്ന വെറും ഇതല്ല. ഓക്കെ, അതാദ്യം എല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളുടെ 3 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് മക്കളുണ്ട്. മക്കളുടെ കാര്യവും നോക്കി, വീട്ടിലെ കാര്യങ്ങളും നോക്കി. ഇപ്പം ഇതെൻ്റെ വീടിൻ്റെ ടൈൽസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അവർക്കുള്ള ഫുഡും വെച്ച് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ളത്, നമ്മളിപ്പം 10-40 ദിവസത്തേക്ക് 3 ആളും വീഡിയോ ഇടാണ്ട് നിന്ന് കഴിഞ്ഞാൽ, നമുക്കിപ്പം യൂട്യൂബിലാണെങ്കിൽ വാച്ചവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ വാച്ചവർ എന്ന് പറഞ്ഞ സംഭവം ഇപ്പം ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ വിജയം തന്നെയാണ്, ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ വിജയം തന്നെയാണ്. ഒരുപാട് പേര് ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, പിന്നെ ഒരു പണിയും ഇല്ലാണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നതെന്ന്. അത് നമ്മളോടുള്ള അസൂയ ഉണ്ടാകുന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഒരുപാട് സ്ത്രീകൾ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ മാത്രം ഒതുങ്ങിയിട്ട്, വീട്ടിലെ കാര്യം മാത്രം നോക്കിയിട്ട്, പിന്നെ എന്താ പറയുക, നമ്മളെപ്പോലെ കുറച്ചൊക്കെ ജീവിതം എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റാത്ത കുറേ സ്ത്രീകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൃത്തികെട്ട രീതിയിൽ പോവുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പ്രവർത്തിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രീ ടൈം എടുത്തിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കുന്നു, നമ്മളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അഭിനയിച്ചിട്ട് സ്കിറ്റുകൾ ഇടുന്നു, ഡാൻസ് കളിച്ചിട്ട് ആ വീഡിയോസ് ഇടുന്നു, അങ്ങനെ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് ഇതുവരെ ഞാൻ കടന്നിട്ടില്ല. അപ്പം ഞാൻ പറയാൻ വന്ന വിഷയം ഞാൻ പറയാം. അപ്പോൾ ഇപ്പം ആതിരയുടെ കസിൻ ബ്രദർ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഇടുകയുണ്ടായി. അപ്പോൾ അതെന്തിനാണ് ഞങ്ങൾ വീഡിയോസ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വാച്ചവർ കുറയാൻ പാടില്ല. വാച്ചവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും താഴോട്ട് പോകും. FBൻ്റെ കുറച്ച് പിന്നെ ചലഞ്ചുകൾ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള കഠിനമായിട്ടുള്ള ചലഞ്ചുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ FB പേജ് പ്രൊഫഷണൽ മോഡിലാക്കിയ ആൾക്കാർക്ക് അത് മനസ്സിലാകും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ FB നമുക്ക് ആഴ്ചക്ക് ഓരോ ടാസ്ക് തരും.
അപ്പോൾ ഇത്ര പോസ്റ്റുകൾ ഇടണം, ഇത്ര റീൽസ് ഇടണം, ഇത്ര വ്യൂസ് ഉണ്ടാകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ടാസ്ക് തരും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്. ഓക്കെ, ആഴ്ചയിൽ നല്ല രീതിയിലുള്ള എഫോർട്ട് എടുത്തിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി വീഡിയോസ് ഇടണം, ഷോർട്സും ഇടണം, ലോങ് വീഡിയോസും ഇടണം. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം, ഇപ്പോൾ ആതിരേൻ്റെ ആ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ കൊണ്ടും അതുപോലെ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ടും ഞങ്ങൾക്കിപ്പോൾ ഒത്തുചേർന്ന് വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റൂല. അപ്പോൾ ഞാൻ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നീതുവിനാകുന്നത് പോലെ അവളും വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. ഞാനും എനിക്കാവുന്ന പോലെ വീഡിയോ എടുത്ത് ഞാനും ഇടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്, ഞാനും നീതുവും കൂടിയിട്ട് എങ്ങനെയല്ലോ ഞങ്ങളുടെ വാച്ച് അവർ കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പം 10-40 ദിവസത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ ഇടാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെയും താഴോട്ട് പോകില്ലേ? ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആവൂലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. അതിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും ദയവ് ചെയ്ത് ആരും പോകരുത്. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഞാനാണ് വീഡിയോ ഇടുന്നത്, ആതിരയല്ല. ഞങ്ങളുടെ 3 പേരുടെയും ചാനലാണ് യൂട്യൂബ് ചാനലും അതേപോലെ FB പേജും. അപ്പം ഞങ്ങൾ 3 പേരുടെ ഫോണിനകത്തും ഈ അക്കൗണ്ട് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും വീഡിയോ ഇടാം. അപ്പം ദയവ് ചെയ്ത് ആതിരയല്ല വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് അതും പറഞ്ഞ് അവളെ ആരും ദയവ് ചെയ്ത് മാനസികമായിട്ട് വേദനിപ്പിക്കരുത്. വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനാണ്, അല്ലെങ്കിൽ നീതുവാണ്. അങ്ങനെ ദയവ് ചെയ്തിട്ട് ചിന്തിക്കണം. പിന്നെ വേറൊരു കാര്യം, ഇതൊരു വരുമാന മാർഗമാണ്, ഞങ്ങളുടെ തൊഴിലാണ്. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. ഞങ്ങൾ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുകൊണ്ട് ആരുടെയും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് വരാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ ഇട്ട 3 പോസ്റ്റുകൾ ഡിലീറ്റ് ആക്കേണ്ടി വന്ന്. കാരണം അത് എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടാണ് അത് പോസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. അതെന്ന് പറഞ്ഞാൽ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഡിലീറ്റ് ആക്കേണ്ടി വന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാനുള്ളത്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനും നീതുവാണ് വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ. ആതിര ഇപ്പം കുറച്ച് നാളത്തേക്ക് എന്തായാലും വരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ ഇട്ടേ പറ്റും, പറഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനും നീതുവും മുന്നോട്ട് തന്നെ എന്തായാലും. ആതിര അതിനെൻ്റെ വിഷമങ്ങളെല്ലാം മാറി ഓൾ ഓക്കെ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഓൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി ഓൾ വരുമ്പോൾ ഞങ്ങൾ 3 പേരും ഒത്തൊരുമിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും വെറുതെ കാര്യം അറിയാതെ ആരോടും ഒരു കാര്യവും ചോദിക്കാനും പറയാനും നിൽക്കണ്ട കേട്ടോ. എന്നെ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വാങ്ങുക, അല്ലെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് ചോദിക്കുക. ഓക്കെ.